നമ ശ്രീ മഹാദേവ്യൈ നമ. ശ്രീമദ്ദേവി മഹാഭാഗവതം 18ാം ഭാഗം 2ാം സ്കന്ധത്തിലെ 9ാം അധ്യായം തൊട്ട് പാരായണം ചെയ്യണു. പരീക്ഷത്തിനെ സർപ്പം കടിച്ചു. സർപ്പം കടിക്കാൻ പോവാണ്. ശാപം കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ തക്ഷകനാണ് കടിക്കുക. അപമൃത്യു, അകാലമൃത്യു, ബ്രഹ്മഹത്യാഭാവം, ഇങ്ങനെയൊക്കെയുള്ള ഭാവമാണ് അത് വരിക. അപ്പോൾ രക്ഷിക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് മന്ത്രിമാരോട് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കഥ പറയുകയാണ് പരീക്ഷിത് രാജാവ്. ഭൃഗു മഹർഷി, അദ്ദേഹത്തിൻ്റെ മകള്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പുലോമയിലുണ്ടായിട്ടുള്ള ച്യവനൻ, ശര്യാദിയുടെ മകളായിട്ടുള്ള സുകന്യാചരിതം, ച്യവനനെ സുകന്യ വേളി കഴിച്ചതൊക്കെ വളരെ വിസ്തരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സുകന്യ ച്യവന ദമ്പതികൾക്കുണ്ടായിട്ടുള്ള കുട്ടിയാണ് പ്രമതി. ആ പ്രമതി എന്നുള്ള മകൻ വളരെ പ്രസിദ്ധനാണ്, ഋഷിയാണ്, എല്ലാ ജ്ഞാനമുണ്ട്, ഈശ്വരാധീനമുണ്ട്. ആ പ്രമതി പ്രതാപി എന്ന ഒരു പത്നി, അതിൽ അവർക്ക് രുരു എന്നു പേരായിട്ടൊരു മകൻ ഉണ്ടായി. ച്യവനൻ സുകന്യ, മകൻ പ്രമതി, പ്രമതിയുടെ പത്നി പ്രതാപി. പ്രതാപിക്ക് ഈ പ്രമതിയിൽ രുരു എന്നൊരു താപസൻ, ഒരു മകനുണ്ടായി. ആ മകൻ ഈ സ്ഥൂലകേശൻ എന്നു പേരായിട്ടുള്ള ഒരു ഋഷി, അദ്ദേഹത്തിൻ്റെ ഒരു മകള്, അത് മേനകയ്ക്കും വിശ്വാവസുവിനും, വിശ്വാവസു ഗന്ധർവനാണ്, മേനക അപ്സരസാണ്, അതിലുണ്ടായിട്ടുള്ള ഒരു പുത്രി ആ സ്ഥൂലകേശൻ വളർത്തി. അതിന് പേര് പ്രമദ്വര എന്ന് പേരിട്ടു. അപ്പോൾ ഈ പ്രമദ്വരയെ വേളി കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രമതിയല്ല രുരു പ്രമദ്വരയെ വേളി കഴിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. ആ പ്രമദ്വരയെ 10 വയസ്സായിട്ടില്ല, 9 വയസ്സ് 8 വയസ്സാ പ്രായമാണ്. ആ സമയത്ത് പാമ്പ് കടിച്ചു. അപ്പോൾ രുരു എനിക്ക് ഈ കുട്ടി തന്നെ വധുവായിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ദേവദൂതൻ വശം പറഞ്ഞയച്ചു. പകുതി ആയുസ് കൊടുക്കാച്ചാൽ കല്യാണം കഴിക്കാം, അത്രയും കാലം ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ രുരു തൻ്റെ ആയുസ്സിൻ്റെ പകുതി പ്രമദ്വരയ്ക്ക് കൊടുത്തു. അവർ തമ്മിൽ വിവാഹം കഴിച്ചു. അപ്പോൾ ആ അനുഗ്രഹം കിട്ടുന്ന സമയത്ത് ഈ മേനകയും വിശ്വാവസുവും ഒക്കെ അവിടെ എല്ലാവരും, മഹർഷികളും ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ വന്ന് അവരെ അനുഗ്രഹിച്ചു എന്ന് പറയാം. അപ്പം അങ്ങനെ എന്തെങ്കിലും മാർഗം ഉപയോഗിച്ചുകൊണ്ട് എനിക്കും രക്ഷ കിട്ടാൻ പറ്റുമോ എന്ന് മന്ത്രിമാരോട് പരീക്ഷിത്ത് തക്ഷകൻ കടിക്കണതിൻ്റെ മുന്നേ ഗംഗാനദിയുടെ ഉള്ളിൽ, ഗംഗാനദിയുടെ നടുക്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കൊട്ടാരമൊക്കെ ഉണ്ടാക്കി, അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ കാവലും ഒക്കെ ഏർപ്പാടാക്കി, പല സുരക്ഷകളും ചെയ്തു. എന്നിട്ടൊന്നും കാര്യം ഉണ്ടായില്ല. വിധി അങ്ങനെയാണ്. 7ാം ദിവസമാണ്. അപ്പോൾ ആ സമയത്ത് തക്ഷകൻ സർപ്പത്തിൻ്റെ രൂപത്തിലൊരു പുഴുവായിട്ടൊരു പഴത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അത് മറ്റ് പാമ്പുകൾ ഈ ബ്രാഹ്മണ ബാലന്മാരായിട്ട് വേഷം കെട്ടി, അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരായിട്ട് വേഷം കെട്ടി ഈ പഴത്തോടൊപ്പം കുറേ പഴങ്ങൾ രാജാവിന് സമർപ്പിച്ചു. അത് സ്വീകരിച്ചു. ബ്രാഹ്മണർ തന്നതിനെ ആഹരിക്കാൻ വിരോധമില്ല. അപ്പോൾ അത് ആഹരിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ ഈ തക്ഷകൻ അതിൽ നിന്ന് പുറത്തേക്ക് വന്നു, വലിയ രൂപമെടുത്തു. ആ പരീക്ഷിത് രാജാവിനെ ദംശിച്ചു, ഭസ്മായി. അപ്പം മുക്തി കിട്ടിയില്ല എന്നൊരു വിഷമം വന്നു. അത് ജനമേജയൻ പുത്രൻ അത് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഉത്തങ്കൻ എന്ന പേരായിട്ട് ഒരാൾ വന്ന്, ഉത്തങ്കൻ ഈ സർപ്പങ്ങളോട് ഭയങ്കര വിദ്വേഷമാണ്. അപ്പോൾ ആ ഉത്തങ്കൻ ഈ ജനമേജനെ ഒന്ന് പ്രേരിപ്പിച്ചു. ആ ധനവും ആസ്തിയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർപ്പസത്രം എന്ന ഒരു വലിയ യാഗം ചെയ്യുകയാണ്. അപ്പം അതിൽ വെച്ച് തക്ഷകനെ ഹോമിക്കാം എന്നാണ് ഉത്തങ്കനും ജനമേജയനും വിചാരിച്ചത്. തക്ഷകനോട് സ്വതേ ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തക്ഷകൻ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇത് ചെയ്തത്, കൈക്കൂലി കൊടുത്തിട്ടാണ് നടത്തിയത്. കശ്യപൻ അത് തടയാൻ വേണ്ടിയിട്ട് വന്നതാണ്. തക്ഷകൻ കരുതിക്കൂട്ടി ചെയ്തതാണ്. കശ്യപനെ മടക്കി അയച്ചതാണ്. അച്ഛൻ്റെ ജീവന് ആപത്താവാനുള്ള കാരണം
തക്ഷകൻ്റെ ഈ കുൽസിത ബുദ്ധിയാണ് എന്ന് ഉത്തങ്കൻ പറഞ്ഞപ്പോൾ അത് ശരിയാ വിചാരിച്ചു. അങ്ങനെയാണ് ഹോമം. ഈ ഹോമത്തിൽ വീഴാനുള്ള പാമ്പുകളുടെ അമ്മയായിട്ടുള്ള കദ്രു വിനതയുമായിട്ടുള്ള ഒരു സ്പർദ്ധ. രണ്ടുപേരും കശ്യപൻ്റെ ഭാര്യമാരാണ്. വിനതയുടെ മക്കളാണ് ഈ ഗരുഡനും അരുണനും, സൂര്യൻ്റെ തേരാളിയായിട്ടുള്ള അരുണൻ. അപ്പോൾ ഗരുഡനൊക്കെ ഉണ്ടായുള്ള സമയത്താണ് അതിൻ്റെ മുന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത്. വെറുതെ ഒരു പന്തയം വെച്ചു. ഇന്ദ്രൻ്റെ ഐരാവതത്തിന് എന്താ നിറം എന്നൊക്കെ ചോദിച്ചിട്ടേ, കുതിരയ്ക്ക് എന്താ നിറം ചോദിച്ചിട്ടാണ്, ആനയ്ക്കല്ല. അപ്പോൾ വെളുപ്പാണ്, സ്വതേ നിറം വെളുപ്പാണ് ഇനി. അപ്പോൾ അത് കതിര് പറഞ്ഞു കറുപ്പാണ്. എന്നിട്ട് മക്കളോട് പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ മീതെ ആ കുതിരയുടെ വാലിൻ്റെ മുകളിലൊക്കെ പോയിട്ട് തൂങ്ങാൻ പറഞ്ഞു, കറുപ്പ് രോമമായിട്ട് മാറാൻ പറഞ്ഞു. അത് പാമ്പുകൾ കൂട്ടാക്കിയില്ല. അപ്പോൾ അവരെയൊക്കെ ശപിച്ചു. ഭാവിയിൽ ജനമേജയൻ സർപ്പസത്രം നടത്തും. ആ സമയത്ത് നിങ്ങൾ ആ സർപ്പസത്രത്തിൽ ഹോമാഗ്നിയിൽ വീണ് മരിച്ചു പോകട്ടെ എന്ന് മക്കളെ ശപിച്ചു കദ്രു. അതാണ് ക്രോധശീലയാണ്. ഉച്ചൈസ്രവസ്സ എന്ന കുതിര സ്വതേ ബലിയുടെയാണ്. ഏതായാലും ഇത് സൂര്യൻ്റെ കുതിരകളുണ്ട്. മറ്റേ കുതിരകൾ ഒരു കുതിരയുടെ ഒന്ന് കൂട്ടിയാൽ മതി, ഏതാണെന്നാലും ഓർമ്മയില്ല. എന്തായാലും ആ സർപ്പസത്രത്തിന് കാരണക്കാരനായത് ഒരു ഉത്തങ്കൻ എന്നുള്ള ഋഷിയാണ്. ജനമേജയൻ അത് ചെയ്തു. ഈ ശാപം മൂലം സർപ്പങ്ങളൊക്കെ ആ ഹോമാഗ്നിയിൽ വെന്തു മരിച്ചു. പിന്നെ ആസ്തികൻ എന്ന ഈ ജലൽക്കാരു പുത്രനായിട്ടുള്ള, ജലൽക്കാരു എന്ന അച്ഛൻ്റെയും അമ്മയുടെയും പേര് ആസ്തികൻ്റെ, ആ ജലൽക്കാരുവിൻ്റെ പുത്രൻ വന്ന് തടുത്തു എന്നാണ്. ബ്രഹ്മാവും അത് തടുക്കാൻ വേണ്ടി നിന്നു. കശ്യപനും എല്ലാ ഋഷികളും ഒരേപോലെ തന്നെയാണ്. എന്നാലും അത് ബ്രഹ്മവാക്യമായിട്ടും ആസ്തികനാൽ പറയപ്പെട്ടതായിട്ടും ഒക്കെ ആ സർപ്പസത്രം നിർത്തി. പിന്നീട് ഭാരതം മുഴുവനും കേട്ടു വൈശമ്പായനൻ്റെ വക. വ്യാസൻ്റെ യജുർവേദ ശിഷ്യനാണ്, മുഴുവൻ കേട്ടു. എന്നിട്ടും മതിയായില്ല, മുക്തി കിട്ടിയില്ല. അപ്പോൾ വ്യാസൻ തന്നെ ദേവീഭാഗവതം പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ജനമേജയന് സന്തോഷമായത്. ഈ പരീക്ഷത്തിന് മുക്തി കിട്ടിയത്, ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചനം കിട്ടി, മുക്തി കിട്ടി. അപ്പോൾ ആ കഥ പറയണതിൻ്റെ മുമ്പിൽ ഈ പരീക്ഷത്ത് ജീവൻ രക്ഷപ്പെടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ രുരു പ്രമദ്വര കഥ പറയണത്. ആ കഥയാണ് 9ാമത്തെ അധ്യായത്തിൽ. നമുക്കത് കേൾക്കാം. ഇപ്പോൾ 18ാമത്തെ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്യണത്. 2ാമത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായം. ഇതൊക്കെ ഭാരത കഥകളാണ്. ശ്രീ മഹാദേവിയെ നമ. പരീക്ഷിത്ത് ഓം കാമാർത്തനായ രുരു പോയ ആശ്രമത്തിൽ കിടക്കവേ ചോദിച്ചു ദൈന്യം കണ്ട അച്ഛനാധിയന്തിതുഹേ രുരോം. ഇവിടെ കാമാർത്തി എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു മഹർഷിക്ക് ഇങ്ങനെ കാമം കൊണ്ട് ആർത്തി വരുമെന്ന്. ഇല്ല, ഇവിടെ അതല്ല. നിശ്ചയിച്ച പെൺകുട്ടി 9 വയസ്സോ 10 വയസ്സോ അത്രേ ആയിട്ടുള്ളൂ. കാമം തീർക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ ആ കുട്ടി തന്നെ മതി എൻ്റെ വധുവായിട്ട് എന്ന് ചിന്തിച്ചു, അത്രേ ഉള്ളൂ. ആ വാക്ക് അങ്ങനെ എഴുതി വിചാരിച്ചിട്ട് നമ്മളിലുള്ള ഈ കാമാർത്തി ചിന്തിക്കരുതെന്നർത്ഥം. അതാണ് കാമാന്ധനോദിനാൻ സ്ഥൂലകേശാശ്രമനിവാസിനി പ്രമദ്വരാഖ്യയാം കന്യാതീരണം മമ പത്നിയായി സമീപിച്ചാൻ പ്രമദിയാ സ്ഥൂലകേശ മുനീന്ദ്രനെ. പറഞ്ഞു സന്തോഷിപ്പിച്ചു ചോദിച്ചാൻ ശുഭാംഗിയെ. സ്ഥൂലകേശൻ വാക്കുമേകി നന്മുഹൂർത്തത്തിലേകുവാൻ വിവാഹാർത്ഥമൊരുക്കങ്ങൾ ചെയ്താർ പിന്നീടു താപസർ. വേളിക്കേവം പ്രമതിയും സ്ഥൂലകേശൻ ഋഷീന്ദ്രനും അടുത്തടുത്തായി വാണും കൊണ്ട് ഓരോ യത്നം നടത്തവേ. ഗൃഹമുറ്റത്തിൽ ഒരു നാൾ കളിക്ക് കന്യാമവൾ ഉറങ്ങും ഒരു സർപ്പത്തെ ചവിട്ടിപ്പോയി സുലോചന. കടിച്ചു പാമ്പ് പെട്ടെന്ന് വരാങ്കന മരിക്കവേ ഉണ്ടായി കോലാഹലം പാരം. അവൾ ചത്തു കിടപ്പതായി കണ്ട് വാവിട്ടു ശോകത്താൽ ഓടിയെത്തിയ താപസർ നിലത്തു വീണു വിഗത പ്രാണയായി ദിവ്യകാന്തിയാൽ. തിളങ്ങും മകളെ കണ്ടങ് അച്ഛൻ പൊട്ടിക്കരഞ്ഞുപോയി. വാർത്ത കേട്ട ആർത്തനായി കാണാൻ അണഞ്ഞ രുരുവും തഥാ. കിടക്കും തൻ കാമുകിയെ കണ്ടാൻ ജീവനെഴും വിധം കണ്ണീർ വാർക്കും. സ്ഥൂലകേശനെയും മറ്റ് ഋഷിമാരെയും കണ്ടങ്ങു നിന്നൊട്ടുമാറി തേങ്ങിനാൻ ആധിയാലവൻ. ചിത്രം അത് സുഖത്തെ കെടുത്താധി അണയ്ക്കുവാൻ ദൈവം താനോ ചൊല്ലിവിട്ടത് സർപ്പത്താനെ മന്യതിൽ.
ചെയ്വതെന്തെങ്ങു പോവേണ്ടു ചത്തല്ലോ പ്രാണനായിക. ജീവിക്കാനില്ലാശ ഏതും എനിക്ക് പ്രിയ എന്നിയെ പുണർന്നില്ല ഇവളെ ചുംബിച്ചില്ല ഞാൻ ആ മുഖാംബുജം. പാണിഗ്രഹണവും ചെയ്തില്ല ഈ ഭാഗ്യം കെട്ട ഞാനഹോ. ഇവളത്തൊന്ന് അഗ്നിയിൽ കഷ്ടം ചെയ്തില്ല മലർഹോമവും. നിന്ദ്യം മർത്യൻ്റെയാ മോഹം പ്രാണൻ പോകട്ടെ ഈ ക്ഷണം. ദുഃഖിപ്പോനെത്തിടാ മൃത്യു വേണമെന്നു നിനക്കിലും. മരിക്കണമെന്ന് വിചാരിച്ച ആൾക്ക് മരിക്കാൻ സാധിക്കില്ല. മരണം വന്നാലോ തടുക്കാനായിട്ട് പറ്റൂല. ഇപ്പം ഇവിടെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ പ്രേമം രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുന്നു എന്ന് ഈ പുരാണങ്ങളൊക്കെ പല പിന്നീട് ദമ്പതിമാരായിട്ടുള്ള കാമുകി കാമുകന്മാരെയും നമുക്ക് കാണിച്ചു തരാം. വിവാഹം കഴിഞ്ഞാലും അതേ കാമം തന്നെ അവരിൽ ഉണ്ടാവണം. അതാണ് 5ാമത്തെ പുത്രൻ കഴിഞ്ഞ് 6ാമത്തെ പുത്രൻ എന്നൊക്കെ നമ്മൾ നേരത്തെ ഒരു രാജകുമാരനെ പറ്റിയിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രയും ദൃഢമാവണം ഈ പതി പത്നി ബന്ധം. ആകാശത്തു കൂടെ ഇങ്ങനെ പറക്കണതായിട്ടുള്ളൊരു രാജകുമാരനാണ്, ഉപരിചരൻ എന്നു പേരായിട്ട്. അപ്പോൾ ആ ഉപരിചരൻ എന്നുള്ള ഈ രാജാവിനും രാജകുമാരനും 5 കുട്ടികളുണ്ടായിട്ട് 6ാമത്തെ കുട്ടിക്കാണ് ഈ കാമേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഈ വികാരത്തിൻ്റെ മക്കളല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ ഉണ്ണി ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്, അതാണ്. ആ ഉണ്ണിയല്ല, അതിൽ 2 ഇരട്ടക്കുട്ടികളാണ്, സത്യവതിയും മത്സ്യരാജാവും ഇരട്ടക്കുട്ടികളായിട്ട് പറ്റതാ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാമം അത് ഈശ്വരി തന്നെയാണ്. അവിടെ ഈ വികാരം എന്നുള്ള വിഷയമല്ല, ഈശ്വരഭാവമാണ്. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കുട്ടിയെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ വികാരം. ഏത് വികാരം? ഞാനും അതും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ജീവിതം മുക്തിയിലേക്ക് എത്തുള്ളൂ. അമ്മയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ദേവി മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പത്നി മനോരമാം ദേഹിം മനോവൃത്താനുസാരിണിയും താരിണിയും ദുർഗ സംസാര സാഗരസ്യ കുലോത്ഭവ. സംസാര സാഗരം കടക്കണച്ചാൽ മകനുണ്ടാവണം. അപ്പോൾ അതിന് പറ്റിയൊരു ഭാര്യയെ, എൻ്റെ മനസ്സിന് അനുകൂലമായിട്ടുള്ള ഒരു പത്നിയെ എനിക്ക് തരൂ. അതുപോലെ തന്നെയാണ് കുട്ടികളുണ്ടാകുമ്പോഴും കുട്ടികളെ ആ നിലയ്ക്ക് തന്നെയാണ് ഈ സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ശൈവ വൈഷ്ണവ ശാക്തേയ 3 മന്ത്രങ്ങൾ ഒരേപോലെ തന്നെയാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവതി കൽപ്പതേ ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. ദേവദേവ ജഗന്നാഥ ഗോത്രവൃദ്ധികര പ്രഭോ ദേഹിമേ തനയം ശീഘ്രമായുഷ്ണതം യശസ്വിനം. ഓം ശ്രീം ഹ്രീം സൃഷ്ടിം സകലേശ്വരി മമാഗ്രഹ സിദ്ധി സൽപുത്രലാഭം കുരു സ്വാഹ. അപ്പോൾ ഇതൊക്കെ ഓം ഹ്രീം സൃഷ്ടിം സകലേശ്വരീം മമ ആഗ്രഹ സിദ്ധി സത്പുത്രലാഭം കുരു സ്വാഹ. ഇത് ശാക്തേയമായിട്ടുള്ള മന്ത്രം. അപ്പം ഇങ്ങനെയാണ് ശൈവവും വൈഷ്ണവും ശാക്തയും ഒക്കെ പുത്രന്മാരുണ്ടാവാനും കല്യാണം കഴിക്കാനും ഒക്കെ ഈ സംസാരം കടക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ അനുഗ്രഹമായിട്ട് വരമായിട്ട് തരണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെയും അതേപോലെയാണ്. ഞാൻ ഇപ്പോൾ ഈ കുട്ടിയൊന്നും ആ രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നതാണ്. പിന്നെയോ മഞ്ഞിലെ ദിവ്യമാം സൗഖ്യം ഇനി എങ്ങനെ കൈവരും? കയത്തിൽ പോയി പതിപ്പൻ ഞാൻ തീയിൽ ചാടി മരിക്കുവൻ. വിഷം കുടിപ്പൻ അല്ല എങ്കിൽ കയർ കെട്ടി മരിക്കുവൻ. ഏവം ഓരോന്നു വിലപിച്ച് ആറ്റിൻ കരയിൽ നിന്നവൻ ഉപായം പലതും പേർത്തുമോർത്താൻ ഉൾക്കാമ്പിലിങ്ങനെ. മരിച്ചിട്ടെന്തുവാൻ നേട്ടം ഗതിയെങ് ആത്മഹത്യയിൽ അഴലാൽ ഉഴലും താതൻ അതിലും മീതെ അമ്മയും. ദേഹത്യാഗം ചെയ്തോരെന്നെ കണ്ട് തോഷിക്കും ഈശ്വരൻ. മറ്റുള്ളവരും ഞാൻ മരിക്കൽ സന്തോഷിക്കും അസംശയം. ഇപ്പം ലൗകികവും ഭൗതികവും കൂട്ടിച്ചേർത്ത് പറയുകയാണ്. എൻ്റെ കടമകൾ തീർക്കണമെച്ചാൽ ഞാൻ ജീവിച്ചിരിക്കണം. ആത്മഹത്യ ചെയ്താൽ പിന്നെ അനവധി ജന്മം ജനിക്കുക ആത്മഹത്യ ചെയ്യുക എന്ന് മോചനം നേടാൻ അത്ര എളുപ്പമല്ല. അതേപോലെ തന്നെ മറ്റുള്ളവർ കളിയാക്കും, അയാൾ അത് ആത്മഹത്യ ചെയ്തു എന്ന്. അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കും സംരക്ഷകനായിട്ടാണ് തീരേണ്ടത്, പിണ്ടം വയ്ക്കേണ്ട ആളാണ്. അപ്പോൾ അത് സാധിച്ചില്ല. ഞാനും എൻ്റെ മകനും എൻ്റെ മകൻ്റെ മകനും പിണ്ടം വെച്ച് അങ്ങനെയൊക്കെ 7 തലമുറയൊക്കെ വേണം. അപ്പോൾ അതൊന്നും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊന്നും ഞാനും ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു. അങ്ങനെയാണ് ഈ ഇരുരു പ്രിയയ്ക്കും പരലോകത്തിലെന്തുവാ അനിതിനാൽ ഗുണം. ഞാൻ മരിച്ചുപോയ അപ്പോൾ ഈ പത്നി ആക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച ആ സ്ത്രീ കുമാരി, അതിനും പ്രത്യേകിച്ച് പുണ്യൊന്നും കിട്ടില്ല.
അപ്പം അതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ എന്താ മാർഗം എന്നാണ് പിന്നെ ആലോചിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. അവിടെ പ്രേമം വികാരം അല്ലാന്ന് സാരം അതാണ്. വിരഹാതിമുഴുത്ത ആത്മഹത്യയാൽ ഞാൻ മരിക്കുകിൽ പരലോകത്തിലൻ പ്രാണപ്രിയയെയും ലഭിച്ചിട ചാവാതിരിക്കതാൻ നല്ലു തുലോം ദോഷം മരിക്കുകിൽ ഏവം ഓരോന്നോർത്തു കുളിച്ചാചമിച്ചഥ ശുദ്ധനായി വെള്ളം കയ്യിൽ കോരിയെടുത്തേവം ചൊന്നാൻ മുനീശ്വരൻ. ഇനി ചെയ്യുന്നതാണ് ആ യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണ്യം. ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനായിട്ട് ജീവിച്ചു. അപ്പം അതിൻ്റെ ബലം അറിഞ്ഞോട്ടെ. സാത്വിക ബുദ്ധിയാണ്. വെള്ളം കയ്യിൽ കോരിയെടുത്തേവം ചൊന്നാൻ മുനീശ്വരൻ. ഈ ഒരു പറയാണ്, ഓം ദേവാർച്ചനാദി സുഹൃതം ഏതാൻ ഞാൻ ചെയ്തിരിക്കുകിൽ ജപം ഹോമം വേദപാഠം ഗുരുപൂജ തപസ്സുകൾ വല്ലതും ഭക്തിപൂർവം ഞാൻ ചെയ്തിരിക്കുകിൽ അർക്കനെ ശുദ്ധ ഗായത്രിയാൽ ആരാധിച്ചിരിക്കലും എൻ പ്രിയ എഴുന്നേൽക്കട്ടെ അല്ലായെങ്കിൽ ത്യജിപ്പൻ പ്രാണനാക്ഷണം. ഈ കുട്ടി എഴുന്നേറ്റില്ല വെച്ചാൽ ഞാൻ ദുഃഖം കൊണ്ട് മരിക്കും. ആത്മഹത്യ ചെയ്തെന്നല്ല പറഞ്ഞത്, ഹൃദയം പൊട്ടി മരിക്കും. ഹാർട്ട് അറ്റാക്ക് അല്ല കേട്ടോ, അതും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല എന്നർത്ഥം. ദുഃഖം കൊണ്ട് മരിക്കും. ദുഃഖത്തിന് ഹാർട്ട് പൊട്ടുമൊന്നുമില്ല, ബ്ലഡ് പുറത്തേക്ക് വരില്ല. മറ്റത് ഹാർട്ട് അറ്റാക്ക് ആകുമ്പോൾ ബ്ലഡ് പുറത്തേക്ക് വരും. അത് ശരീരത്തിൻ്റെ പുറത്തേക്ക് വരുമോ ഉള്ളിൽ മുഴുവൻ കലങ്കേ ഉള്ളൂ, അത് ചോദിച്ചാൽ അറിയില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ആ ഭക്തൻ. ഒരു എന്ന ജലം തൂകി മഞ്ഞൽ ദേവതാ ധ്യാനപൂർവകം. പരീക്ഷിത് രാജാവ് അപ്പം ഇടയ്ക്ക് കയറിയിട്ട് പരീക്ഷിത് രാജാവ് പറയാണ്, ഭാര്യ ദുഃഖത്തിനാലേപം കേഴും രുരുമുനീന്ദ്രനെ അണഞ്ഞുരച്ചാൻ ഈ വണ്ണം ദേവദൂതൻ ഒരാൾ തഥാ. ആ സമയത്ത് അവിടെ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ്, സാഹസം കാട്ടുല ബ്രഹ്മൻ ചത്തോൾ ജീവിപ്പതെങ്ങനെ ആയുസ് തീർന്നോളി ഗന്ധർവ അപ്സരസുത സുന്ദരി വേൾക്കാതെ താൻ ചത്തിദിവൾ തേടൂ നീ അന്യനാരിയെ കരഞ്ഞിട്ടെന്തുവാൻ പ്രീതി എന്തിത്രയ്ക്കിവളിൽ ദ്വിജാം. ഇതിലൊരു പരിക്കയില്ല ഞാൻ ദേവദൂത മറ്റൊരു നാരിയെ ഇവൾ ജീവിക്കിലില്ലെങ്കിൽ ത്യജിപ്പൻ ജീവനീക്ഷണം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. ഈ കന്യക എൻ്റെ പത്നിയായിട്ട് തീരാൻ നിശ്ചയിച്ചു, പക്ഷേ അതിൻ്റെ ഇടയ്ക്കാണ് മരണം സംഭവിച്ചത്. ഞാൻ വേറെ വെളി കഴിക്കണില്ല, ഈ കുട്ടിയെ തന്നെ എനിക്ക് മതി, അല്ലെങ്കിൽ ഞാൻ ജീവിക്കണില്ല, അത്രയേ ഉള്ളൂ എന്ന് ദേവദൂതനോട് ശക്തമായിട്ട് പറഞ്ഞു. പരീക്ഷിത് രാജാവ് പറയാണ്, അവൻ്റെ ഈ വാശി കണ്ട് ദേവദൂതൻ പ്രസന്നനായി സത്യമായും തഥ്യമായും ചൊന്നാനേവം മനോജ്ഞമായി ദേവന്മാർ പണ്ടു കൽപ്പിച്ചോരുപായം കേൾക്ക താപസ പാതി ആയുസേകി ജീവിപ്പിച്ചാലും ഇവളെ ഭവാൻ. പകുതി ആയുസ് കൊടുത്തോളൂ, എന്നാൽ ജീവിക്കും. ഒരു നൽകുവൻ പാതി ആയുസേ കന്യകയ്ക്കില്ല സംശയം ജീവൻ തിരിച്ചു വന്നിപ്പോൾ എഴുന്നേൽക്കട്ടെ മൽപ്രിയ. മരിച്ചുപോയി തൻ മകളെന്നറിഞ്ഞ വിണ്ണിൽ നിന്നുമേ വിമാനമേറി വന്നെത്തി വിശ്വാവസുമങ്ങുടൻ. ഗന്ധർവരാജാവ് അവനും ശ്രേഷ്ഠന ദേവദൂതനും. അപ്പോൾ വിശ്വാവസുണ്ട്, മേനകയുണ്ട്, അച്ഛൻ വിശ്വാവസാണ്. പിന്നെ കാലനെത്തി, ധർമ്മരാജാവെത്തി. ധർമ്മരാജ അന്തികത്തിങ്കൾ ചെന്നുടൻ ചൊന്നിതിങ്ങനെ, രാജൻ വിശ്വാവസുസുത രുരു കാമിനി കന്യയാൾ മരിച്ചിരിക്കുന്നു പാമ്പിൻ കടിയേറ്റ പ്രമദ്വരാം. പാതി ആയുസ് അവൾക്കേകി ചാവാൻ ഇച്ഛിച്ചൊരാരുരു ജീവിച്ചിരട്ടെ ആ സാധ്വി തദ്വ്രത പ്രാഭവത്തിനാൽ. ധർമ്മൻ രുരുവിൻ പാതി ആയുസ്സാൽ ദൂത നിന്നിച്ഛയൊത്ത പോൽ ജീവിക്കട്ടെ കന്യ നീ പോയി അവനേകുക കന്യയെ. രാജാവ് ഈ വാക്കു കേൾക്കവേ ദേവദൂതനാരുരു പത്നിയെ ചെന്നു ജീവിപ്പിച്ചു സമർപ്പിച്ചു പോൽ രുരുവിനുടൻ. പിന്നെ ശുഭമുഹൂർത്തത്തിൽ വിധി പോൽ വേട്ടു താപസൻ മരിച്ചിട്ടും ഉപായത്താൽ ഉജ്ജീവിപ്പിച്ചിതിങ്ങനെ. മണിമന്ത്ര ഔഷധികളാൽ വിധി പോൽ പ്രാണരക്ഷയെ ചെയ്യാൻ ഉപായങ്ങൾ ചെയ്തു കൊള്ളുവതത്രേ ശാസ്ത്രസമ്മതം. മന്ത്രിമാരോടേവമോദി കാവൽ ഏർപ്പാട് ചെയ്തുടൻ തീർപ്പിച്ചു നല്ലതാം 7 നിലയുള്ളൊരു മാളിക. ഇപ്പോൾ അവിടെ ഇടയ്ക്ക് കയറി പറയാണ്, ഈ ജീവിതം രുരുവിന് കിട്ടി. ആ കന്യക പ്രമദ്വര ജീവിച്ചു, അവർ തമ്മിൽ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. അതേ കൂട്ടത്തിൽ എനിക്കും ഇപ്പോൾ ഗംഗാ നദിയുടെ ഉള്ളിലുള്ള ഈ മാളികയിൽ എൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം. ഞാൻ മാത്രമല്ല, എല്ലാവരും കൂടിയിട്ട് ചെയ്യണം. എന്നാലേ അവിടെ രാജാവാണല്ലോ, അതിന് അർഹതയുണ്ട്. ചെറിയ ഉണ്ണിയാണ് ജനമേജ, ഭരിക്കാറായിട്ടില്ല. മന്ത്രിമാരൊത്തതിൽ ശീഘ്രമേറിനാൻ ഉത്തരാസുതൻ രക്ഷയ്ക്കായി മണിമന്ത്രങ്ങളുള്ള വീരരെ നിർത്തിനാൻ. മന്ത്രം, രത്നം, ഔഷധം, പിന്നെ പാട്ടുകൾ,
അതേപോലെ ചില യാഗങ്ങൾ ഈ മൃത്യുഞ്ജയം എന്നുള്ള ചില ഹോമാദികൾ അങ്ങനെയല്ലേ, അതൊക്കെ ഈ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ വൈദ്യനായാലും ശരി, മന്ത്രങ്ങളായാലും ശരി, ഈ ഹോമപൂജാദികളായാലും ശരി, അതേപോലെ രത്നം, ഔഷധം ഇങ്ങനെയല്ലേ, ഇതൊക്കെ അത് ആയുസ്സിന് നീട്ടിക്കിട്ടും. ശ്രീ മഹാദേവേ നമ. പൊറുക്കുക ഈ സേവകന്റെ തെറ്റെന്ന് പലവട്ടവും ചൊല്ലിവിട്ടാൻ ഗൗരമുഖമുനിയെ പിന്നെ മന്നവൻ വരുത്തിനാൻ പലയിടത്തു നിന്നും മന്ത്രജ്ഞർ വിപ്രരെ കരവീരന്മാരെ നിർത്തി കാത്താൻ മന്ത്രികുമാരനും. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രാജാവിനെ ശപിച്ചതായിട്ടുള്ള ബ്രാഹ്മണന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ശാപമുക്തി കിട്ടാനൊരു കാരണവും. അപ്പം അതുകൊണ്ട് ഗൗരമുഖനെ വിട്ടു. ഗൗരമുഖനാണ് ഈ മഹർഷി ഇങ്ങനെ ശപിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിനോടും ഈ അപേക്ഷയെ പറഞ്ഞയച്ചു, ശാപമുക്തി വേണേ എന്നുള്ള രീതിയിൽ. എന്നിട്ടാണ് അവിടെ കാവലൊക്കെ ആയിട്ട് അവിടെ നിന്നത്. ആനയൊക്കെ കാവൽ നിർത്തി. വൻ കാവലാളുമാ മേട്ടിൽ ആർക്കും വയ്യ കടക്കുവാൻ, കാറ്റിൻ പ്രവേശവും കൂടി തടുക്കപ്പെട്ടതങ്ങനെ. സ്നാനസന്ധ്യാദി കർമ്മങ്ങൾ അവ്വിധം ഭക്ഷണാദിയം മാളികയ്ക്കകമേ ചെയ്തു വാണാനാ നൃപപുങ്കവൻ. മന്ത്രിമാരൊത്തു ചിന്തിച്ചു രാജകാര്യങ്ങളൊക്കെയും അവിടെ താൻ നിർവഹിച്ചു. നാളെണ്ണിപ്പോക്കി മന്നവൻ മന്ത്രജ്ഞോത്തമനാം കശ്യപാഖ്യനാമൊരു ഭൂസുരൻ. കേട്ടാൻ മഹാത്മാവാമ ഭൂപാലൻ തൻ ശാപവാർത്തയെ. ധനാർത്ഥിയാമദ്വിജേന്ദ്രനേവം ചിന്തിച്ചു കശ്യപൻ. ദ്വിജൻ ശപിച്ചാരാമന്നൻ വാഴുന്നേടത്തു പോകുവൻ. മന്ത്രവിത്താമദ്വിജേന്ദ്രൻ ഈ വണ്ണം നിശ്ചയത്തോടും ധനാർത്ഥിയായി പുറപ്പെട്ടാൻ സ്വാശ്രമത്തിങ്കൽ നിന്നുടൻ. വിവാഹം എന്ന 9-ാം അധ്യായം സമാപ്തം. അവിടെ കശ്യപൻ തൻ്റെ രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ധനമോഹിയായിക്കൊണ്ട് അവിടെ വന്നു എന്നാണ്. ധനത്തിനൊന്നും ആഗ്രഹമില്ല കേട്ടോ. കശ്യപൻ്റെ ആളാണ് ഭൂമി മുഴുവൻ. കശ്യപി എന്ന ഭൂമിക്ക് പേരുമുണ്ട്. അപ്പോൾ അവിടെ ആ അർത്ഥത്തിലല്ല, ഇങ്ങനെയാണ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദേവഭാഗവതം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും അവിടെ വന്നപ്പോൾ പോണ വഴിക്ക് തക്ഷകനെ കാണലും ആ രംഗങ്ങളാണ് അടുത്ത അധ്യായത്തിൽ. നമുക്കത് കേൾക്കാം. ശ്രീ മഹാദേവേ നമ. 4 കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ അന്യന് ഉപകാരം ചെയ്യുക, ധനം വാങ്ങുക, ജീവരക്ഷ ചെയ്യുക, കീർത്തി നേടുക. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കശ്യപൻ അവിടെ ചെന്നത്. പക്ഷേ ആയുസ്സില്ല പരീക്ഷത്തിന്. അപ്പോൾ പിന്നെ അത് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് കണ്ടിട്ട് വേണം. കുറച്ച് ജ്യോതിഷം പഠിക്കണം, കർമ്മങ്ങളൊക്കെ ചെയ്യാം. ജ്യോതിഷം പഠിക്കാത്തവർ ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണ ഫലം കിട്ടുമെന്ന് ശരിയാ. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ 10-ാം അധ്യായം. സൂതൻ പരീക്ഷത്തിന് ശാപവാർത്ത കേട്ടു. തക്ഷകനും ദ്രുതം പുറപ്പെട്ടാൻ സ്വഗേഹത്തിൽ നിന്നും താപസവര്യരെ. വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ തക്ഷകൻ പോം വഴിക്കുടൻ കണ്ടാനാ നൃപനെ തേടി പോകും കശ്യപ വിപ്രനെ. ആ മന്ത്രവാദിയാം വിപ്രനോട് ചോദിച്ചു, പന്നകം ധൃതിപ്പെട്ട് എങ്ങു പോകുന്നു, ചെയ്യാൻ ഇച്ഛിപ്പതെന്തു നീ. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിലാണ് തക്ഷകൻ പോണത്. അപ്പോഴാണ് കശ്യപനെ കണ്ടുമുട്ടിയത്. കശ്യപൻ പരീക്ഷിത്താ നൃപൻ തന്നെ കടിക്കുന്നുണ്ടു. തക്ഷകൻ ദ്രോഹമേൽക്കാതെ നൃപനെ രക്ഷിക്കാൻ പോകുകയാണു ഞാൻ. വിഷം പോക്കാനുള്ള മന്ത്രമുണ്ടിങ്ങും മുനിസത്തമ. ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ജീവിപ്പിക്കും ഇന്നാ നൃപേന്ദ്രനെ. ആയുസ്സുണ്ട് വെച്ചാൽ ഞാൻ ജീവിപ്പിക്കും തന്നെയാണ് പറഞ്ഞത്. അപ്പോഴാണ് പരീക്ഷണം ഉണ്ടായത്. എന്താ അത്? അവിടെ ഒരു ആല് കണ്ടു. ആലിൻ്റെ മുകളിലൊന്ന് കൊത്തി തക്ഷകൻ. അത് നിസ്സാരമായിട്ട് തൻ്റെ കമണ്ടിൽ വെള്ളം കൊണ്ട് തളിച്ച് ആല് പൂർവ്വ രീതിയിലാക്കി തീർത്തു. അപ്പോഴാണ് തക്ഷകൻ പേടിച്ച്, എനിക്ക് ബ്രാഹ്മണ ബാലൻ്റെ വാക്ക് സത്യമാക്കി തീർക്കണം, അതിന് അങ്ങ് എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. അതിന് അങ്ങയുടെ ആഗ്രഹമുള്ള ഒന്ന് ഞാൻ തരാം, ധനം. അത് മാത്രമേ ഇടയിലുള്ളൂ. അങ്ങനെ അത് കൊടുത്തു എന്നാണ്. ശ്രീ മഹാദേവിയെ നമ. തക്ഷകൻ ആ മന്നനെ പോയി കടിക്കാൻ പോകും പാമ്പാണ് ഞാൻ ദ്വിജ. മടങ്ങാം എൻ വിഷം പോക്കാൻ കരുത്തിൽ അങ്ങു നിശ്ചയം. കശ്യപൻ ദ്വിജ ശാപത്തിനാൽ നീ പോയി കടിക്കും നൃപവര്യനെ. ജീവിപ്പിപ്പൻ സർപ്പ നൂനം ഈ ഞാൻ മന്ത്രബലത്തിനാൽ. തക്ഷകൻ ഇതിപ്പോൾ കശ്യപന് മാത്രമല്ല കേട്ടോ, സ്വതവേ മഹാഋഷിമാർക്ക് പലർക്കും ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അവരതൊന്നും പ്രയോഗിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. തക്ഷകൻ ഞാൻ കടിച്ച നൃപൻ തന്നെ രക്ഷിക്കാൻ പോരുമെങ്കിലോ കാട്ടുക ഒന്ന് ഇങ്ങ് നിൻ മന്ത്രശക്തിയും ബലവും ദ്വിജ. ദംശിപ്പനി ആൽമരം ഞാൻ വിഷദംഷ്ടകളാലിത. കശ്യപൻ ജീവിപ്പിപ്പൻ സർപ്പമുഖ്യ നീ കടിച്ചു ദഹിക്കലും
സൂതൻ ദംശിച്ചു തർഷകൻ വൃക്ഷം വെണ്ണീറായിപ്പോയി തൽക്ഷണം വീണ്ടും ചൊന്നാനീ മരത്തെ ജയിപ്പിക്കുക വിപ്രനീ വിഷാഗ്നിയാല സർപ്പത്താൻ ചാമ്പലാക്കിയൊരാൽമരം കണ്ടു വെണ്ണീർ കൂട്ടി വെച്ചും കൊണ്ട് കശ്യപനോദിനാൻ കണ്ടാലും എൻ മന്ത്രബലം നീ നോക്കിക്കൊണ്ടിരിക്കവേ പന്നഗോത്തമാ ഞാൻ ജീവിപ്പിപ്പൻ വൃക്ഷം മഹാവിഷ എന്നോതി വെള്ളവും കോരി കശ്യപൻ മന്ത്രവിത്തമൻ മന്ത്രം ജപിച്ചുകൊണ്ടാ നീർ തളിച്ചാൻ ഭസ്മരാശിയിൽ വെള്ളം കുടഞ്ഞ നേരത്ത് പണ്ടേ പോലായിതാൽമരം ഉണർത്തെണീറ്റോരത് കണ്ടാശ്ചര്യപ്പെട്ടു തർഷകൻ നാഗൻ കശ്യപനോടോതി എന്തിച്ഛിച്ചാണു നിൻ ശ്രമം സാധിപ്പിപ്പൻ നിനക്കുള്ള മോഹം എന്തെന്നു ചൊൽക നീ. കശ്യപൻ നൃപൻ ശപിക്കപ്പെട്ടെന്നായി കേട്ടവൻ എൻ്റെ വിദ്യയാൽ ഉപകാരം ചെയ്തു ധനം നേടാനായി പോകുകയാണു ഞാൻ. തർഷകൻ നൃപങ്കൽ നിന്നു നീ ഇച്ഛിക്കുന്നത്ര പണമിങ്ങിതാ നൽകാം പോയാലും ഈ ജ്ഞാനം തീരട്ടെ കൃതകൃത്യനായി. സൂതൻ ഏവം ചൊന്നതു കേട്ടാശു സത്യവാനായ കശ്യപൻ വേണ്ടതെന്തെന്നു ചിന്തിച്ചു നോക്കിനാൻ പലവട്ടവും പണവും വാങ്ങി ഞാൻ ചുമ്മാ വീട്ടിലേക്ക് മടങ്ങുകിൽ ധനലാഭം കീർത്തികേട് വരുത്തും മമ മന്നിതിൽ ജീവിപ്പിക്കുകലോ മന്നിൽ കീർത്തിയുണ്ടാം അനശ്വരം ധനലാഭവും ഉണ്ടാവും ജീവൻ നൽകിയ പുണ്യവും. ഈ തർഷകൻ കൊടുക്കണേക്കാൾ കൂടുതൽ പണം അവിടെ ഈ പരീക്ഷത്ത് കൊടുക്കൂട്ടോ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ ആയുസില്ല, അതാ കുഴപ്പമായത്. കീർത്തിയും കിട്ടും. എന്തെന്തു ചെയ്തില്ല കർണ ഹരിശ്ചന്ദ്രൻ യശസ്സിനായി കർണനും ഹരിശ്ചന്ദ്രനും എന്തെന്തു ചെയ്തില്ല കർണൻ ഹരിശ്ചന്ദ്രർ യശസ്സിനായി തള്ളുന്നത് എങ്ങനെ വിഷത്തീയിൽ വേവും നൃപാലനെ സന്തോഷിക്കുന്നാട് അഖിലം ആ മന്നൻ ഉയരേകുകിൽ നശിക്കുന്ന നാട്ടുകാർ നൂനം നാട് അരാജകമാവുകിൽ. ഈ പരീക്ഷത്ത് മരിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ രാജാവ് ഉണ്ടാവില്ല. ജനമേജയൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ രക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. കർണനായാലും ഈ മഹാന്മാർ പലരും ഉണ്ട്. യശസ്സിന് വേണ്ടിയിട്ട് ധാരാളം പണം ചിലവാക്കിയത് ധാരാളമുണ്ട്. രാജ്യം നശിപ്പിച്ച പാപമുണ്ടാമേ നൃപമൃത്യുവൽ അപകീർത്തിയും ഉണ്ടാവും പണം വാങ്ങി മടങ്ങുകിൽ. ഏവം ഓരോന്ന് ചിന്തിച്ചുൾക്കണ്ണാൽ ധ്യാനിച്ച വേളയിൽ ആയുസ്സു തീർന്നിത ഭൂപൻ എന്നായി കണ്ടതു കശ്യപൻ. അടുത്തു മരണം ഭൂപൻ എന്നു കണ്ട മുനീശ്വരൻ തർഷകൻ തൻ പണം വാങ്ങി പൂകിനാൻ സ്വഗൃഹം ക്ഷണം. മഹാപണ്ഡിതനാണ്, ത്രികാലജ്ഞാനമുണ്ട്. അപ്പോൾ ഈ ഗർഗമഹർഷി ഹോരാശാസ്ത്രം നിർമ്മിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ 4 ഋഷിമാരുണ്ട് ഇതേപോലെ ഈ എല്ലാ ജ്ഞാനവും ഉള്ളവർ. ജ്യോതിഷം രചിച്ചവരായിട്ട് തന്നെ 4 തരത്തിൽപ്പെട്ടതായിട്ട് ശാഖകളാണെന്നാണ് ജ്യോതിഷ ശാഖയെക്കുറിച്ച് പറയുക. അപ്പോൾ ഇതൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്, അവരൊന്നും പ്രയോഗിക്കാറില്ല, അവർക്കൊക്കെ അറിയാം. അതാണ് നമുക്കൊന്നും അറിയില്ല, നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇത്തിരി അറിയും, അത്രയേ ഉള്ളൂ. അതാണ് ഋഷിമാർ അവരെത്ര മഹാന്മാരാന്നുള്ളത് നമുക്ക് പലപ്പോഴും ചിന്തിച്ചാൽ പോലും കിട്ടില്ല. ഈശ്വരാധീനമുള്ളവരാണ്, ഉപാസന കൊണ്ടേ, തപസ് കൊണ്ട്, അതേപോലെ പലതും ഋഷിത്വം. കശ്യപ ഋഷിയാണ്. അപ്പോൾ ഈ ഋഷിത്വം കൊണ്ട് അവർ അത്രയും ഉയർന്ന തലത്തിലാണ്. നമ്മളൊക്കെയുമായിട്ട് കശ്യപൻ സനകൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ കഥ, നമ്മുടെ താഴെ തോന്നും. ശ്രീ മഹാദേവി നമ. വളരെയധികം മനസ്സിരുത്തണം. ഈ ആളുകളേക്ക് എന്നും മനസ്സ് സമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കണം എന്നർത്ഥം. യാനി ച പാപാനി ജന്മാന്തര കൃതാനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ എന്നാണ്. ഇതേപോലെയുള്ള മഹാബ്രാഹ്മണരെ നമസ്കരിച്ചു കഴിഞ്ഞാൽ സകലവിധ പാപങ്ങളും തീരും. അതാണ്. ശ്രീ മഹാദേവി നമ. തിരിച്ചയച്ചു മുനിയെ. ഏവം സർപ്പം വധേച്ഛയാൽ 7-ാം നാൾ ചെന്നു ചേർന്നു ഹസ്തിനാപുരിയിൽ ദ്രുതം. മണിമന്ത്രാദിയാൽ വേണ്ടും ഉറപ്പോടൊത്തു മന്നവൻ മേടപ്പുറം വാഴുകയാണെന്നറിഞ്ഞു പുരിയെത്തവേ. വിപ്രശാപ ഭയം മൂലം ചിന്തയിൽപ്പെട്ടു പന്നകം മാളികയ്ക്കകമേറേണ്ടും മാർഗമാരാഞ്ഞതിങ്ങനെ. പാപം ചെയ്തുള്ളോരിവനെ വഞ്ചിച്ചിടേണ്ടതെങ്ങനെ. മുനിദ്രോഹജമാം ശാപം പൂണ്ട ദുർമതിയാണിവൻ. ആ താപസന്തൻ കഴുത്തിൽ ആരിടും ചത്ത പാമ്പിനെ ഓർത്താൽ പണ്ഡിതവംശത്തിൽ മറ്റൊരാളില്ലിതേ വിധം. നികൃഷ്ട ജന്മവും നികൃഷ്ട കർമ്മവും ചെയ്തു കാലത്തിൻ പോക്കറിഞ്ഞുമേ. രക്ഷകന്മാരെയും നിർത്തി മാളികയ്ക്കുള്ളിൽ വാണിവൻ. മൃത്യുവെ കൂടി വഞ്ചിച്ചു വർത്തിപ്പോ ദുഃഖമെന്നിയേ. മുനി ചോദിതനായി പോന്ന ഞാൻ പോയി ദംശിപ്പതെങ്ങനെ. ഓർപ്പില മൂഢനാം മന്നൻ മൃത്യുവിൻ അനിവാര്യത. അതിനാൽ കാവലും വെച്ചു വാഴുകയാം മേട തന്നകം. ശക്തനാം വിധിയാൽ മൃത്യു കൽപ്പിക്കപ്പെട്ടിരിക്കുകിൽ കോടി യത്നങ്ങൾ ചെയ്താലും അത് മാറ്റുക സാധ്യമോ. വലിയ നിയമം അത്.
മരണം ഇന്ന ദിവസം സംഭവിക്കുമെന്ന് ഭഗവാൻ നിശ്ചയിച്ചാൽ പിന്നെ അതിനപ്പുറം നമുക്ക് കടക്കാൻ പറ്റില്ല. അത് അതിന് കാരണം ഉണ്ടായിക്കോളും. ഇന്ന രീതിയിലാണ് മരിക്കുക, ഇന്ന സ്ഥലത്താണ് മരിക്കുക, ഇതൊക്കെ പൂർവ്വ നിശ്ചിതമാണ്. കാരണം ഇന്നതാണ്, ദേശം ഇന്നതാണ്, ഇന്ന കാലത്താണ് മരിക്കുക, ഇതൊക്കെ നിയമമുണ്ടേ. ശക്തനാം വിധിയാൽ മൃത്യു കൽപ്പിക്കപ്പെട്ടിരിക്കുകയിൽ കോടി യത്നങ്ങൾ ചെയ്താലും അത് മാറ്റുക സാധ്യമോ? പാർത്ഥൻ തൻ പൗത്രനി ഭൂപൻ സ്വയം ആസന്ന മൃത്യുവെ കണ്ടും ജീവിക്കുവാനിച്ഛ പൂണ്ടു നിൽപ്പൂ നിരാകുലം. ദാനാദി പുണ്യം ചെയ്യേണ്ടത് ആവശ്യം തന്നെ മന്നവൻ, ധർമ്മത്താൽ വ്യാധിയും നീങ്ങും ആയുസ്സും പൂർണ്ണമായി വരും. നമുക്ക് മനസ്സിലാവും. ആ ശ്രീകൃഷ്ണൻ തൻ്റെ ഇത് മുഴുവൻ പരമ്പര മുഴുവൻ മറ്റേ കുലനാശം വരുത്തിയിട്ടാണല്ലോ പോയത്. അപ്പോൾ ആ സമയത്ത് കയ്യിലുള്ളത് മുഴുവൻ ബ്രാഹ്മണർക്കും മറ്റോരോരുത്തർക്കുമായിട്ട് സർവസ്വദാനം നടത്തിയത് ഒരാൾക്കല്ല, അനവധി ആൾക്കാർക്ക് വേണ്ട രീതിയിൽ എല്ലാവർക്കും ദാനം കൊടുത്തിട്ടാണ് കുലത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് ഇദ്ദേഹത്തൊന്നും ചെയ്യണില്ല എന്നാണ്. ഭാഗവത പ്രകാരം ആദ്യമേ തന്നെ തൻ്റെ കയ്യിലുള്ളത് മുഴുവൻ ദാനം ചെയ്തു എന്നാണ്, എന്നിട്ടേ പ്രായോപവേശം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ്. ദാനാദി പുണ്യം ചെയ്യേണ്ടത് ആവശ്യം തന്നെ മന്നവൻ, ധർമ്മത്താൽ വ്യാധിയും നീങ്ങും ആയുസ്സും പൂർണ്ണമായി വരും. മൃത്യുകാലത്തു വേണ്ടുന്ന കുളി ദാനാദി കർമ്മവും ചെയ്താർ വിണ്ണേറിടാമല്ലായികിലോ നരകം ഫലം. മുനിദ്രോഹം ചെയ്തു പാപം മറ്റൊന്നുണ്ടേ നൃപാലനിൽ വിപ്രശാപം അതും പോരെ. തൂങ്ങി നിൽക്കുന്നു മൃത്യുവും ഇവൻ അടുത്തില്ല വിപ്രൻ ഒരാളിൽ സത്യമോതുവാൻ. വിധിയാൽ വിഹിതം മൃത്യു തടുക്കാവല്ലൊരിക്കലും. അപ്പം ഇവിടെയൊക്കെ ഒരു ലേശലേശം വ്യത്യാസങ്ങളുണ്ട്. ഈ ശാപം കേട്ടത് മുതൽ പരീക്ഷത്ത് പ്രായോപവേശം ചെയ്ത് അവിടെ ചെന്നപ്പോഴേക്കും ബ്രാഹ്മണരെ കൊണ്ടങ്ങോട്ട് നിറഞ്ഞു അവിടെ. ഇപ്പം ഇവിടെ തർഷകൻ പറയുകയാണ് ബ്രാഹ്മണരെ ഒന്നും കാണാനില്ല എന്ന്. അത് ലേശം ആഖ്യാന വ്യത്യാസം എന്ന് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ഏവം ചിന്തിച്ചു തൻ ചാരേ നിൽക്കും തൻ പന്നകങ്ങളെ മുനിവേഷം ധരിപ്പിച്ചു വിട്ടാൻ തക്ഷകനാമവൻ. നൃപന്നായി ഫലമൂലങ്ങൾ എടുപ്പിച്ചാശു തക്ഷകൻ പുറപ്പെട്ടാനൊന്നിൽ അവൻ ഇരിപ്പായി കൊച്ചു കീടമായി. പഴങ്ങളും എടുത്താശു നാഗത്താൻമാർ നൃപാലയം അണഞ്ഞു നിന്നാരാക്കൂറ്റൻ പ്രാസാദത്തിൻ്റെ മുന്നിലായി. ഇവിടെ വലിയ പാറാവുകാരുണ്ട്. ഈ ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന സർപ്പങ്ങൾ അവിടെ ചെന്ന് നിന്നു. കയ്യിൽ ഈ തക്ഷകനുള്ള പഴമുണ്ട്, കുറേ പഴങ്ങളുണ്ട്. കാവൽക്കാർ മുനിമാരെ കണ്ടിച്ഛയാരാഞ്ഞ വേളയിൽ ചൊന്ന തിരുമുഖം കാണാൻ വന്ന താപസർ ഞങ്ങളും. വേദമന്ത്രങ്ങളാൽ പൗത്രസ്വകുലഭാസ്കരൻ വീരൻ മനോഹരൻ തന്നെ വാഴിക്കാൻ വന്നതാണിവൻ. ചെന്നുണർത്തുക കാണാനായി മുനിമാർ വന്നു നിൽപ്പതായി. ഈ പഴങ്ങളും നൽകി അഭിഷേചിച്ചു പോയിടാം. കണ്ടില്ലെങ്ങും ഭാരതവംശസ്ഥർക്ക് ഈ കാവലൊക്കെയും കേട്ടില്ലെന്നും താപസർക്ക് വയ്യെന്നായി രാജദർശനം. പരീക്ഷിത്താൻ നൃപൻ വാഴും ഈ ഇടത്തിൽ കേറി വിദ്രുതം അനുഗ്രഹിച്ച ആജ്ഞ വാങ്ങി മടങ്ങിക്കളയാമിവർ. സൂതൻ കാവൽക്കാര താപസന്മാരേവൻ ചൊന്നതു കേൾക്കവേ അവരോടുത്തരം ചൊന്നാർ. ഭൂപകൽപ്പനയോർത്തുടൻ തോന്നുന്നു ഞങ്ങൾക്ക് ഇന്നാകാവിപ്രരേ രാജദർശനം. നാളെയേ നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോരുവിൻ. മുനീന്ദ്രരെ വിപ്രശാപഭയം മൂലം മഹീപതി ദ്വിജർക്കു കയറാൻ പാടില്ലെന്ന് ആജ്ഞ നൽകിയ സംശയം. മുനിമാർ ഓതിനാരപ്പോൾ ഫലമൂലജലങ്ങളും വിപ്രാശിസ്സുകളും ഭൂപന്നേകുവിൻ ദ്വാരപാലരെ. അവർ പോയി ഭൂപനോടോതി മുനിമാർ കാത്തു നിൽപ്പതായി ചൊന്നാൻ. നൃപൻ കൊണ്ടുവന്ന ഫലമൂലാദിയേകുവിൻ. മുനിമാരോട് ചോദിക്കിൻ കാര്യം നാളെ പുലർച്ചയിൽ വന്നാൽ കാണാം. ഇന്നു പോരാ എൻ പ്രണാമത്തെ കഥിക്കുവിൻ. അവർ പോയി ഫലമൂലാദിയെല്ലാം വാങ്ങിയെടുത്തുടൻ രാജാവിന് സമർപ്പിച്ചു ബഹുമാന പുരസ്സരം. വിപ്രവേശം കെട്ടി വന്ന നാഗന്മാർ പോയ അനന്തരം പഴങ്ങൾ കൈക്കൊണ്ടു മന്ത്രിമാരോടോതി നൃപാലകൻ. സുഹൃജനങ്ങളെ നിങ്ങൾ ഭക്ഷിപ്പിൻ, പഴമേ വരും ഒന്നു ഞാനും തിന്നുകൊള്ളാം. ശ്രേഷ്ഠം വിപ്രാർപ്പിതം ഫലം. ഇപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളൊക്കെ പോയിക്കോളൂ. ബ്രാഹ്മണരോടെ കാവൽക്കാർ പറഞ്ഞു, പക്ഷേ പഴം കൊടുക്കാം. എന്നാൽ നിങ്ങൾ വന്നതിൻ്റെയും കൊടുത്തതിൻ്റെയും ഒക്കെ ഫലം കിട്ടി, അത് മതി എന്ന് പറഞ്ഞു. നാളെ വന്നോളൂ, കണ്ടോളൂ എന്നും പറഞ്ഞു. ശരി, ഇത്രയേ വേണ്ടൂ അവർക്ക്, ഈ പഴം അവിടെ എത്തി കിട്ടേ വേണ്ടൂ. അപ്പോൾ രാജാവും പറഞ്ഞു, നമുക്ക് ബ്രാഹ്മണരെ തന്നുള്ള പഴമല്ലേ, അതുകൊണ്ട് എല്ലാവരും കഴിച്ചോളൂ, ഞാനും ഒരു കഷ്ണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് മുറിച്ചപ്പോഴേക്കും തക്ഷകൻ വന്നു ഇന്ന് വലിയ പാമ്പായിട്ട് കടിച്ച് മുക്കുതി കൊടുക്കുകയും ചെയ്തു. അതാണ് എന്നുത്തരാസൂനു സുഹൃത്തുക്കൾക്കേകി പഴങ്ങളെ തൻ കയ്യിൽ പഴമൊന്നേ എന്തേ കീറിനാനതു ഭൂപതി.
മുറിച്ചോര പഴത്തിങ്കൽ അണുപോൽ കൃമിയൊന്നിനെ കണ്ടാൻ കൃഷ്ണാക്ഷയും ചെമ്പിൻ നിറവും പൂണ്ടതായി നൃപൻ. വിസ്മയിക്കും മന്ത്രിമാരോടതു കണ്ടോതി മന്നവൻ. അസ്തം ഗമിക്കയായി സൂര്യൻ വിഷഭീയിൽ എനിക്കിനി ആ ശാപം സ്വീകരിച്ചേക്കാം. കടിക്കട്ടെ എന്നെ ഈ കൃമി. ഇങ്ങനെ അങ്ങോട്ട് സങ്കല്പിച്ചു. ആ പഴത്തിലുള്ള കൃമിയെ തക്ഷകൻ എന്ന് പേരിട്ടു. എന്നിട്ട് അത് തോളിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഇവിടെ ഒരു ഞരമ്പുണ്ട്, അവിടെ അങ്ങോട്ട് വെച്ചു എന്നാ കർണഞരമ്പ്. അവിടെ പിങ്കള സുഷുമ്ന അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഇടയ്ക്കാണോ പിങ്കളയ്ക്കാണോ വെച്ചതെന്ന് ഓർമ്മയില്ല. ഏതായാലും അവിടെ വെച്ചു. അപ്പം കടിച്ചു എന്നാ, വലുതായി കടിച്ചു. എന്നോതി തൻ കഴുത്തിങ്കൽ വെച്ചാൻ കീടത്തെ മന്നവൻ. പകലോൻ അസ്തമിക്കെ തൻ ഗളത്തിൽ ചേർത്തൊരാക്രമി. വളർന്നു തക്ഷകൻ കാലരൂപിയായി ഭീമകായനായി. ചുറ്റിച്ചുറഞ്ഞ നൃപനെ കടിച്ചാൻ തക്ഷകൻ തഥാ. എല്ലാവരും അത്ഭുതപ്പെട്ടു, പരിഭ്രമിച്ചു, ഭയന്നു, മോഹാലസ്യപ്പെട്ടു. ഓടാൻ നിർത്തിയില്ല. എവിടേക്ക് ഓടണ്ട? ഗംഗയുടെ ഉള്ളിലാണ് ഈ കൊട്ടാരം. എവിടേക്ക് ഓടണ്ട? ചാടി ചില പുഴയിൽ വീണു. മന്ത്രിമാർ അത്ഭുതപ്പെട്ടു, വാവിട്ടാർ ദുഃഖമഗ്നരായി. ഘോരനാം പന്നകത്തെ കണ്ടോടിനാർ പേടിയാലവർ. തച്ചലച്ചിതു കാവൽക്കാർ പൊങ്ങി ഹാഹാരവം പരം. പാമ്പാൽ ചുറ്റപ്പെട്ടു നഷ്ടപ്പെട്ടു പൗരുഷമെങ്കിലും മിണ്ടിയിൽ ഒന്നും അഭൂപൻ ചലിച്ചില്ലൊരു ലേശവും. പാമ്പിൻ വായിൽ പൊങ്ങി വന്ന വിഷത്തി ജ്വാല ഭീകരം. നൃപാലനെ ചാമ്പലാക്കി വേർപ്പെടുത്തിയതു ജീവനും. വാനിലേക്കുടനെ പൊങ്ങി നൃപനെ കൊന്നു തക്ഷകൻ. ജഗത്തൊക്കെ ദഹിപ്പിക്കും അവനെ കണ്ടു നാട്ടുകാർ. ദഹിച്ച മാമരം പോലെ വീണാൻ പ്രാണങ്ങൾ പോയി. നൃപൻ ഭൂപൻ മരിച്ചതായി കണ്ടിട്ടാക്രോശം ചെയ്തിദേവരും. പരീക്ഷൻ മരണം എന്ന 10-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ഇങ്ങനെ പരീക്ഷിത്ത് മുക്തി നേടി എന്ന് പറയാം. ഇനി ഇപ്പം നമ്മൾ 9ഉം 10ഉം 2 അധ്യായങ്ങളാണ് ഈ 18ാമത്തെ ഭാഗത്തിൽ വായിച്ചത്. ഇനി 2 അധ്യായങ്ങളും കൂടി ഈ 2ാം സ്കന്ധത്തിലുണ്ട്. അത് നമുക്ക് നാളെ വായിക്കാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ.